ഓക്കെ, എല്ലാവർക്കും ന്യൂസ് അക്കാദമിയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ കേരള PSC നടത്തുന്ന സാനിറ്ററി കെമിസ്റ്റ് എന്ന പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ അതിനകത്ത് കെമിസ്ട്രിയുടെ പോർഷൻസ്, അതായത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന മൊഡ്യൂൾ 4 അതിന്റെ റിവിഷനാണ് ഇന്നിവിടെ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ് ഇന്നിവിടെ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് ആ ടോപ്പിക് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ എല്ലാം കിട്ടിയതായിരിക്കും. ഓക്കെ, സോ നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകും. നമുക്കറിയാം റിവിഷൻ ആണ്, അപ്പോൾ ഫുള്ളായിട്ട് അങ്ങനെ പറയില്ല. ഏകദേശം ഉള്ള, എന്നാലും നമ്മൾ എല്ലാ പോയിന്റ്സും കവർ ചെയ്യും. സ്റ്റിൽ അതങ്ങനെ പറഞ്ഞു പോവാണ് ചെയ്യുക. ഓക്കെ, സോ ഇതിന് ശേഷം നമ്മൾ ഒരു ക്യുസോറി ഇടുന്നുണ്ട്. സോ അത് നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് തിയറി ഓഫ് ആസിഡ് ബേസിന്റെ കേസാണ്. നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിട്ട് പഠിച്ചു വരുന്നതാണ് തിയറി ഓഫ് ആസിഡ് ബേസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ എടുക്കുന്ന സമയത്ത് 3 തിയറീസ് ആണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, 3 തിയറീസ്. ഒന്നാമത് ലൂയിസ് ആസിഡ് ബേസ് തിയറി, രണ്ടാമത് ബ്രോൺസ്റ്റർ-ലോറി ആസിഡ് ബേസ് തിയറി, ആൻഡ് മൂന്നാമത് അറീനസ് ആസിഡ് ബേസ് തിയറി. ഓക്കെ, അങ്ങനെ 3 തിയറീസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് അവരെ ബ്രോൺസ്റ്റഡ് ബേസ് എന്ന് വിളിക്കുന്നത്, അല്ലാതെ എപ്പോഴാണ് അതിന്റെ അറീനിയസ് ആസിഡോ ബേസോ അങ്ങനെ വിളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് അതേപോലെ അതിന്റെ എക്സാമ്പിൾസ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനും അറിയണം. ഓക്കെ, സോ അറീനിയസ്, നമ്മൾ താഴ്ന്നു വരാം. അറീനിയസ് ആസിഡ് ബേസ് അതാണ് ആദ്യം വന്നത്. സോ അറീനിയസ് ആസിഡ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, H+ അയോൺസ്. ഓക്കെ, H+ അയോൺസ് ഉള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയാ, അറീനിയസ് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. H+ അയോൺസ് ഉള്ളവരെ നമ്മൾ അറീനിയസ് ആസിഡ് എന്നും, അതേസമയം OH- ഗ്രൂപ്പ് ഉള്ളവരെ നമ്മൾ എന്ത് പറയുന്നു, അറീനിയസ് ബേസ് എന്നും പറയുന്നു. എളുപ്പമല്ലേ? ആസിഡ് എന്ന് പറഞ്ഞാൽ തന്നെ H+ എന്നുള്ളൊരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അത് അറീനിയസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് 3 മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, അതുപോലെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH- ഉണ്ടെങ്കിൽ അതെന്താണ്, അറീനിയസ് ബേസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ നെക്സ്റ്റ് ആണ് ബ്രോൺസ്റ്റർ-ലോറി ആസിഡ് ആൻഡ് ബേസ്. H+നെ നമ്മൾ H+ന്റെ കാര്യം തന്നെ പറയുന്നത്. അറീനിയസിന്റെ കേസിൽ H+ ഉള്ള ആളിനെ നമ്മൾ ആസിഡ് എന്ന് പറയുന്നു. ഇനി ബ്രോൺസ്റ്റർ-ലോറിന്റെ കേസിൽ H+നെ കൊടുക്കാൻ കഴിവുള്ള ആൾക്കാർ, അതാണ് ഡൊണേറ്റ് പ്രോട്ടോൺ. ഓക്കെ, കൊടുക്കാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ ബ്രോൺസ്റ്റർ-ലോറി ആസിഡ് എന്ന് പറയുന്നു. ഓക്കെ, അതേസമയം H+നെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ എന്ത് പറയുന്നു, ബ്രോൺസ്റ്റർ-ലോറി ബേസ് കേട്ടോ. OH അല്ല, അവിടെ മാറിപ്പോരുത്. OH അല്ല, അത് H+ന്റെ കേസാണ് ഈ ബ്രോൺസ്റ്റർ-ലോറിയിൽ വരുന്നത്. H+ന്റെ കേസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ആസിഡും ബേസും പറയുന്നതെന്ന് ആലോചിക്കണം. അതേപോലെ ലൂയിസ് ആസിഡ് ആൻഡ് ബേസ് ആണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അതാണ് ലൂയിസ് ആസിഡ്. ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിന്റെ ഇത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ്. ഇനി നമ്മൾ ഫർദർ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് തിയറി ആണ് ദ അറീനിയസ് തിയറി ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്നത്. നോക്കൂ, എന്താ പറഞ്ഞത്, ആസിഡ് ആ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ സൊല്യൂഷൻ, അല്ലെ? അതായത് ഒരു സൊല്യൂഷനിൽ ഒരു വാട്ടർ നമ്മൾ അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ H+ അയോൺസ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ആസിഡ് എന്ന് പറയും. അതേസമയം OH- അയോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് എന്ന് പറയും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയാം, ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, അവിടെ എന്താ കിട്ടുന്നത്, ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാല് എന്തായിരിക്കും കിട്ടുക? മെസ്സേജ് ഇട്ടാലും മതി. വാട്ടർ കേട്ടോ. ആസിഡും ബേസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആണ്. അറിയാലോ, യെസ്, വാട്ടർ ആണ് കേട്ടോ. സോൾട്ട് പ്ലസ് വാട്ടർ, കറക്റ്റ്. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യം, അത് ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ന്യൂട്രലൈസേഷൻ ഹാപ്പൻസ് ബിക്കോസ് ഹൈഡ്രജൻ അയോൺസ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺസ് റിയാക്ട് ടു പ്രൊഡ്യൂസ് വാട്ടർ. ആ റിയാക്ഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം, ഒരു തിയറി എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതിനകത്ത് എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടാവുന്നത്. അല്ലെ, ലിമിറ്റേഷൻസ് വരുമ്പോഴാണ് അതിന് എന്ത് ചെയ്യുന്നത്, ആ ലിമിറ്റേഷൻസിനെ കോപ്പ് അപ്പ് ചെയ്തിട്ട് പുതിയൊരു തിയറി വരുന്നത്. നമ്മൾ ആദ്യത്തെ തിയറി അറീനസ് ആയിരുന്നല്ലോ, ലോറി വന്നിട്ടുണ്ടല്ലോ.
സോ നമുക്ക് അറിയാം എന്ത് ഓൾറെഡി അറീനിയസിൽ എന്തോ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അടുത്ത തിയറി അവിടെ ആക്സെപ്റ്റബിൾ ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കണം. സോ ലിമിറ്റേഷൻസ് നോക്കൂ, അതായത് റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയ ഗ്യാസ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ്, NH3യും HCl കൂടെ റിയാക്ട് ചെയ്യുന്നു. രണ്ടും ഗേഷ്യസ് ഫോം ആണ്. സോ നമുക്കവിടെ കിട്ടുന്നത് NH4Cl ആണ്. NH4Cl പറഞ്ഞു കഴിഞ്ഞാൽ അമോണിയം ക്ലോറൈഡ്, അതൊരു സോളിഡ് ആണ്, അതൊരു സോൾട്ട് ആണ് ആക്ച്വലി കേട്ടോ. ഇൻ ദിസ് കേസ് there aren't any hydrogen ions or hydroxide ions in solution. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിനകത്ത് H+ അയോൺസോ OH- അയോൺസോ വല്ലതും ഉണ്ടോ? ഇല്ല അല്ലെ, ബിക്കോസ് there isn't any solution. അത് സൊല്യൂഷൻ അല്ല ആക്ച്വലി അല്ലെ, ഒരു സോളിഡ് ഫോമിലാണ് NH4Cl, അതൊരു സോൾട്ട് ആണ് ആക്ച്വലി നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് the Arrhenius theory wouldn't count this as an acid-base reaction, despite the fact that it is producing the same product as when the two substances were in solution. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു റിയാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാല് എന്താണ്, ഇതിനെ നമുക്ക് ഒരിക്കലും അറീനിയസ് തിയറി വെച്ചിട്ട് ആസിഡ് ബേസ് റിയാക്ഷൻ നടക്കണമെന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ലോറി ബ്രോൺസ്റ്റഡ് തിയറി എന്ന് പറയുന്നത്. അറീനിയസ് തിയറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പൊ ലോറി ബ്രോൺസ്റ്റഡ് തിയറിയാണ് നെക്സ്റ്റ് വരുന്നത്. നോക്കൂ, എന്താണ് അക്കോർഡിംഗ് ടു ലോറി ബ്രോൺസ്റ്റഡ് തിയറി ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രോട്ടോൺ ഡോണർ. പ്രോട്ടോൺ ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H+നെ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ എന്ത് പറയുന്നത്, ആസിഡ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ബ്രോൺസ്റ്റഡ് ലോറി ആണ്. അപ്പൊ ഈ ഒരു ലോറിയുടെ കേസ് അത് ജസ്റ്റ് ഓർത്ത് വെക്കാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ലോറിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ആ ലോറിക്കകത്ത് ഫുൾ H+ ആണെന്ന് ആലോചിക്കുക, ഒരിക്കലും അവിടെ OH വരുന്നില്ല. ഓക്കെ, H+ന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് ആസിഡ് ആരാ ബേസ് ആരാന്നെല്ലാം പറയുന്നത്. ഓക്കെ, സോ പ്രോട്ടോൺ അതായത് ഹൈഡ്രജൻ അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയുന്നു, ആസിഡ് എന്നും, ഹൈഡ്രജൻ അയോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് പറയുന്നു, ബേസ് എന്നും പറയുന്നു. ഓക്കെ, ഇതിനകത്ത് വരുന്ന ഒരു പുതിയ പേരുകളാണ് ഈ കോൺജുഗേറ്റ് പെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺജുഗേറ്റ് പെയർസ്. Conjugate pairs. എന്താ നോക്കൂ, the reversible reaction contain 2 acid and 2 bases. ഓക്കെ, അതിനെ നമ്മൾ എന്ത് പറയുന്നത്, കോൺജുഗേറ്റ് പെയർസ് എന്ന് പറയുന്നത്. അപ്പൊ റിയാക്ഷൻ നോക്കൂ, HA എന്ന് പറഞ്ഞാൽ ആസിഡിനെ കാണിക്കുന്നതാണ് കേട്ടോ. HA എന്ന് പറഞ്ഞാൽ ആസിഡിനെ കാണിക്കുന്നത്. അതിന്റെ കൂടെ നമ്മൾ H2 ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് H3O+ ഒരു A- ആണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ഇവിടെ 2 ആസിഡും 2 ബേസും ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ, 2 ആസിഡും 2 ബേസും. അതിൽ ഒരാളെ നമ്മൾ ആസിഡ് എന്നും അടുത്ത ആളെ നമ്മൾ എന്ത് പറയും, കോൺജുഗേറ്റ് ആസിഡ് എന്നും. ഒരാളെ നമ്മൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളെ നമ്മൾ എന്ത് പറയും, കോൺജുഗേറ്റ് ബേസ് എന്നും പറയും. ഓക്കെ, നോക്കൂ, വെൻ ആൻ ആസിഡ്, അതായത് ആസിഡ് ആണ് HA എന്ന് പറയുന്നത്. ഈ HA എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണിനെ എന്ത് ചെയ്യും, ലൂസ് ചെയ്യും. പ്രോട്ടോൺ പറഞ്ഞാൽ H+നെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കി ആരുണ്ട്, A- ഉണ്ട്. ഓക്കെ, അപ്പൊ ആ A- ആണ് അവിടെ നമുക്ക് റൈറ്റ് സൈഡിനകത്ത് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അതേസമയം ബേസ് എന്ന് പറയുന്നത് H2O ആണ് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, H2Oന് രണ്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അതായത് ബേസ് ആയിട്ടും ആക്ട് ചെയ്യാം, അതുപോലെ ആസിഡ് ആയിട്ടും ആക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുക കേട്ടോ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതിനകത്ത് നോക്കൂ, H2O എന്ന് പറയുന്നത് ഇവിടെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ H2 എന്താ ചെയ്യുന്നത്, ആ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ H3O+ ആയിട്ട് അവിടെ മാറിയിരിക്കുകയാണ്. മനസ്സിലായോ? ഓക്കെ അല്ലേ. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ആക്ട് ആസ് ഐദർ ആസിഡ് ഓർ ബേസ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് ആംഫോട്ടറിക്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് H2O എന്ന് പറയുന്നത്. ആംഫോട്ടറിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ് വാട്ടർ. ഇപ്പൊ വാട്ടറിന് ഒരുപാട് അനോമലസ് പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ, നമ്മൾ വേറെ മോഡ്യൂൾസിലെല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരുപാട് അനോമലസ് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ് ആ ഒരു വാട്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആംഫോട്ടറിക് പ്രോപ്പർട്ടിയും കൂടെ കാണിക്കുന്ന ആളാണ് ഒരു H2O. ഓക്കെ, നോക്കൂ, അവിടെ കൊടുത്തിട്ടുണ്ട് H2O കണ്ടില്ലേ. അതിന്റെ അടുത്ത് വാട്ടർ ആസിഡ്സ് എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ H3O+ മാറും. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. കിട്ടിയില്ലേ, ബേസ് എന്ന് വിളിക്കും. അതേസമയം H+നെ കളഞ്ഞിട്ട് OH- മാത്രമായിട്ട് അവിടെ മാറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ ആസിഡ് എന്ന് വിളിക്കും. ഇത്ര ആലോചിച്ചാൽ മതി. H+ന്റെ കേസ് ആണല്ലോ ഈ ലോറി ബ്രോൺസ്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, H+നെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ബേസ് ആയി മാറും. അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആസിഡ് ആയിട്ട് മാറും. അതപ്പോ പറഞ്ഞത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ തിയറി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമതാണ് ലൂയിസ് തിയറി ഓഫ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്നത്. ഇത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആട്ടോ. ലൂയിസ്, ഇതാണ് കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോക്കൂ, ആൻ ആസിഡ് ഈസ് എൻ ഇലക്ട്രോൺ പെയർ ആസെപ്റ്റർ. എന്താ ഈ ഇലക്ട്രോൺ പെയർ ആസെപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഇലക്ട്രോൺസ് അല്ലെ, രണ്ട് ഇലക്ട്രോൺസ് വരുന്നിടത്താണ് നമ്മൾ ഇലക്ട്രോൺ പെയർ ആസെപ്റ്റർ എന്ന് പറയുന്നത്. അതേപോലെ ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. കിട്ടിയോ? ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് കുറവുള്ള ആൾക്കാർ കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ലൂയിസ് ബേസിസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. കിട്ടിയോ? ഓക്കെ അല്ലേ, ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത് ലൂയിസ് ആസിഡ്. ആസിഡില് എന്താണ് അതായത് ഇലക്ട്രോൺ, അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവർക്ക് സ്വീകരിക്കാനുള്ള കഴിവുണ്ടെന്ന്. ലൂയിസ് ബേസിസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ആൾക്കാരുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതായത് ഈ ലോൺ പേയേഴ്സ് ഇല്ലേ, ലോൺ പേയേഴ്സ് അറിയാമല്ലോ, ലോൺ പേയേഴ്സ് ഉള്ള ആൾക്കാരെ നമ്മൾ ലൂയിസ് ബേസിസ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നോക്കൂ, ലൂയിസ് ആസിഡിനെ നമുക്ക് സെവറൽ കാറ്റഗറീസ് ആക്കി മാറ്റുന്നുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് പറയുന്നത്. പോസിറ്റീവ് അയോൺസ് ഹാവിംഗ് ലെസ് ദാൻ എ ഫുൾ ഒക്ടറ്റ് ഇൻ ബാലൻസ് ഷെൽ, അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അത് 1, 2 എന്നായി പോയതാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വൺ പോസിറ്റീവ് അയോൺസ്. അതായത് പോസിറ്റീവ് അയോൺസിനെ നമുക്ക് ലൂയിസ് ആസിഡ് ആയിട്ട് കണക്കാക്കാം. എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതല്ലേ ലൂയിസ് ആസിഡ്. ഇങ്ങനെയൊക്കെ ഈ ഒരു കാറ്റഗറീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. ഒന്നാമത് പോസിറ്റീവ് അയോൺസ് ആയിരിക്കണം. രണ്ടാമത് ഹാവിംഗ് എ ലെസ് ദാൻ ഫുൾ ഒക്ടറ്റ് ഇൻ ദ ബാലൻസ് ഷെൽ. ബാലൻസ് ഷെല്ലിൽ ഫുള്ളി ഒക്ടറ്റ് കംപ്ലീറ്റ് ആവരുത് കേട്ടോ. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാത്ത കേസുകളിൽ നമുക്ക് അതിനെ എന്തായിട്ട് വിളിക്കാം, ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് പോളാർ ഡബിൾ ബോൺസ്, അതായത് ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാർ. അതുപോലെ എക്സ്പാൻഡബിൾ വാലൻസ് ഷെൽസ്. അപ്പൊ ഈ 4 പോയിന്റ് ഉള്ള, ഈ 4 പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെ നമുക്ക് ലൂയിസ് ആസിഡ് എന്ന് വിളിക്കാം. അതേസമയം ലൂയിസ് ബേസിസിന്റെ കേസ് നോക്കൂ, എങ്ങനെയാ വരുന്നത്, നെഗറ്റീവ് അയോൺസ്, നേരെ ഓപ്പോസിറ്റ്. നെഗറ്റീവ് അയോൺസിനെ നമുക്ക് ലൂയിസ് ബേസിസ് എന്ന് വിളിക്കാം. അതുപോലെ വൺ ഓഫ് മോർ അൺഷെയർഡ് പെയർ ഇൻ ദ വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ അൺഷെയർഡ് ആയിട്ടുള്ള പെയർസ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പോളാർ ഡബിൾ ബോണ്ട് ആണ്, അതുപോലെ പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഇത്രയും കാറ്റഗറീസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതാണ് ലൂയിസ് ആസിഡ്, ഏതാണ് ലൂയിസ് ബേസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മ്യൂട്ട് ആക്കാവോ സഖി? സഖി എന്ന് പറയുന്ന ആളൊന്ന് മ്യൂട്ട് ആക്കാവോ? ഓക്കെ, ഇത്രയാണ് കേട്ടോ തിയറീസ് ഓഫ് ആസിഡ് ബേസിൽ. അത് 3 വരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലോൺ പെയേഴ്സ് ആലോചിക്കുക ലൂയിസ് ബേസിന്റെ കേസിൽ. ഓക്കെ, അതുപോലെ ലൂയിസ് ആസിഡ് പറയുമ്പോൾ ഇലക്ട്രോൺ ഡിവിഷന്റെ കേസ് ആലോചിക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് ആസിഡ് ആൻഡ് ബേസിസ് പ്രിൻസിപ്പിൾ ആണ്. HSAB പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ SHAB പ്രിൻസിപ്പിൾ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞിട്ടത്. അപ്പൊ അതിൽ എന്താ അറിയേണ്ട കാര്യമാണ് ഈ ആദ്യത്തെ 4 പോയിന്റ് എഴുതിയിരിക്കുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഈ ഒരു പ്രിൻസിപ്പിളിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഒന്നാമത്തെ കാര്യം, ഹാർഡ് ആസിഡും എങ്ങനെ ആലോചിക്കൂ, അതായത് ഹാർഡും കൂടിയേ ചേരുള്ളൂ. ഓക്കെ ഓക്കെ, ഹാർഡും കൂടെയാണ് ചേരുള്ളൂ. അതുപോലെ തന്നെ സോഫ്റ്റും കൂടിയേ ചേരുള്ളൂ. ഈ 2 കാര്യങ്ങളാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, ഹാർഡും ചേരും, സോഫ്റ്റും ചേരുള്ളൂ. അങ്ങനെ ചേർന്നവർക്ക് മാത്രമാണ് അവർക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുള്ളൂ എന്ന് ആലോചിക്കുക. ഓക്കെ, സോ നോക്കൂ, ഹാർഡ് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഹാർഡ് ബേസ് വരണം. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുക. അതുപോലെ സോഫ്റ്റ് ആസിഡ് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ബേസ് ആയിരിക്കണം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും സ്റ്റേബിൾ കോംപ്ലക്സ് ആയിരിക്കും. ഇനി അതേസമയം അതിന്റെ മിക്സ് മാച്ച് വന്നു കഴിഞ്ഞാലോ, മിക്സ് മാച്ച് ആയി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഹാർഡ് ആസിഡും സോഫ്റ്റ് ബേസും കൂടി ആകുമ്പോൾ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ ഹാർഡ് ബേസും സോഫ്റ്റ് ബേസും ആയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതാണ് ഈ ഒരു പ്രിൻസിപ്പിളിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റാൽഫ് പിയേഴ്സൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഇദ്ദേഹം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മെറ്റൽ കോംപ്ലക്സുകളുടെ സ്റ്റെബിലിറ്റി, അതുപോലെ അവരുടെ മെക്കാനിസം, റിയാക്ഷന്റെ മെക്കാനിസം ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ.
ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അക്കോർഡിംഗ് ടു HSAB കൺസെപ്റ്റ്, ഹാർഡ് ആസിഡ് പ്രിഫർ ബൈൻഡിങ് ടു ദ ഹാർഡ് ബേസ്, അല്ലേ? ഹാർഡ് ആസിഡ് ആണെങ്കിൽ ഹാർഡ് ബേസുമായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ, എന്നിട്ട് ഒരു അയോണിക് കോംപ്ലക്സ് തരും. അതുപോലെ സോഫ്റ്റ് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ബേസുമായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ, എന്നിട്ട് ഒരു കോവാലന്റ് കോംപ്ലക്സ് ആണ് തരുന്നത്. അത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. രണ്ട് ഹാർഡും ചെയ്തു കഴിഞ്ഞാൽ അയോണിക് കോംപ്ലക്സും, അതുപോലെ സോഫ്റ്റും ചെയ്തു കഴിഞ്ഞാൽ കോവലന്റ് കോംപ്ലക്സും ആണ് അവിടെ ഒബ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് നമ്മൾ ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഹാർഡും സോഫ്റ്റിന്റെയും അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഇൻഡു മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇൻഡു. വിച്ച് മീൻസ് അവിടെ പറ്റില്ല, ഹാർഡും സോഫ്റ്റ് ഇന്ററാക്ഷൻസ് പറ്റില്ല. കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആരാണ്, ഹാർഡും അതുപോലെ സോഫ്റ്റും. ഹലോ, അതൊന്ന് മ്യൂട്ട് ചെയ്യാവോ സഖി? ഹലോ സഖി, വോയിസ് ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു അയോണിക് ഇന്ററാക്ഷൻസ് ആണ്, ഈ ഹാർഡ് വരുന്നിടത്ത് അയോണിക് ഇന്ററാക്ഷൻ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ്. ഈ പറയുന്ന ഹാർഡ് ആസിഡും ഹാർഡ് ബേസും തമ്മിൽ എന്തുണ്ട്, ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്ട്രോങ് അയോണിക് ഇന്ററാക്ഷൻ അവിടെ ഉണ്ടാവുന്നത്, അല്ലെ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്, അതായത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ചാർജ് അവിടെ ഇങ്ങനെ വരും. നല്ല ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ ഇന്ററാക്ഷൻ എന്ത് ചെയ്യും, കൂടുകയല്ലേ ചെയ്യുക. അതാണ് സ്ട്രോങ് അയണിക് ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നത് കേട്ടോ. ഇനി അതേസമയം സോഫ്റ്റ് ആസിഡും സോഫ്റ്റ് ബേസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, സെയിം ആണ്. മനസ്സിലായോ? അപ്പൊ സെയിം ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തായിരിക്കും, ലെസ് അയണിക് ഇന്ററാക്ഷൻ ആയിരിക്കും. ഏകദേശം സെയിം ആയി കഴിഞ്ഞാൽ ആ മൈനസ് ചാർജിന്റെയും പ്ലസ് ചാർജിന്റെയും ഇന്റൻസിറ്റി കുറവായിരിക്കുമല്ലോ. അപ്പൊ അവര് തമ്മിലുള്ള ആ അട്രാക്ഷനും എന്തായിരിക്കും, കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ട് അവർ കോവാലന്റ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. അയണിക് ഇന്ററാക്ഷൻസ് കുറവാണ്, പക്ഷെ കോവാലന്റ് ആണ്. Okay, the interaction between hard acid, soft base or soft acid hard base are mostly polar covalent and tend to be more reactive or less stable. അതായത് ലെസ് സ്റ്റേബിൾ ആണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ മിക്സ് മാച്ച് ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ, അവരെടുത്തു കഴിഞ്ഞാൽ അവർ പൊതുവെ എന്തായിരിക്കും, കോവലന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലെസ് സ്റ്റേബിൾ ആണ്, അല്ലെ? സ്റ്റെബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കില്ലേ, അല്ലെ? എന്തിനാ ഒരു ആൾക്കാർ ഈ പെട്ടെന്ന് റിയാക്റ്റീവ്, ഐ മീൻ മോർ റിയാക്റ്റീവ് ആവുന്നത്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട്, അല്ലേ? അപ്പൊ സ്റ്റെബിലിറ്റി കുറഞ്ഞവരാണ് കൂടുതൽ റിയാക്ട് ചെയ്യുക, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. The polar covalent compound readily form either more ionic or covalent compound if they are allowed to react. ഓക്കെ, അതായത് ഈ പോളാർ കോവലന്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഐദർ എന്താണ്, ഒന്നില്ലെങ്കിൽ അയോണിക്, അല്ല വെച്ച് കഴിഞ്ഞാൽ മോർ കോവലന്റ് കോമ്പൗണ്ട് ആയിരിക്കും റിയാക്ഷന് ശേഷം സംഭവിക്കുക. ഇതാണ് HSAB പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് HSAB ആണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻസ് വരുന്നത് നോക്കൂ. ഒന്നാമത്തെ വായിച്ചു നോക്കൂ, എന്താ പറയുന്നത്, ASF3 അതുപോലെ PI3 ഇവരുടെ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ്. എന്തുകൊണ്ടാണ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ AS3+ ഈ സോഫ്റ്റർ ദാൻ P3യും ആൻഡ് I- ഈ സോഫ്റ്റർ ദാൻ F-. ഇതാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. അതായത് ആഴ്സനിക് ഫ്ലൂറൈഡും ഫോസ്ഫറസ് അയോഡൈഡും റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രൊസീഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്, AS3+ എന്ന് പറയുന്നത് സോഫ്റ്റർ ദാൻ P3+ഉം അതുപോലെ I- എന്ന് പറയുന്നത് സോഫ്റ്റർ ദാൻ F- ആയതുകൊണ്ട്. രണ്ടാമത്തെയാണ് റിയാക്ഷൻ ബിറ്റ്വീൻ NGS ആൻഡ് BaO, ബേരിയം ഓക്സൈഡും മഗ്നീഷ്യം സൾഫൈഡിന്റെയും കേസിൽ അതും പോസിബിൾ ആണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേരിയത്തിനേക്കാളും ഹാർഡർ ആണ് Mg2+, അതുപോലെ തന്നെ O2- ഈസ് ഹാർഡർ ദാൻ S2-. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതായത് ഇങ്ങനെയല്ല, ഇതിപ്പോ ഇങ്ങനെ ചോദിക്കും, ദ റിയാക്ഷൻ ബിറ്റ്വീൻ NGS ആൻഡ് BaO ഈസ് പോസിബിൾ, വാട്ട് ഇസ് ദ റീസൺ? 4 ഓപ്ഷനിൽ ഇങ്ങനെ അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും HSAB പ്രിൻസിപ്പിൾ എന്ന് കേട്ടോ. അപ്പൊ അതിനകത്ത് അത് ഈ പ്രിൻസിപ്പിൾ ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം, അങ്ങനെയാണ് ചോദിക്കുക. അതുപോലെ നോക്കൂ, സിൽവർ അയോഡൈഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോളിബിൾ ആണ്. ഓക്കെ, ആൻഡ് അത് കോവാലന്റ് ആണ്, നേച്ചറാണ് കാണിക്കുന്നത്.
സിൻസ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സോഫ്റ്റ് ആസിഡ് ആൻഡ് സോഫ്റ്റ് ബേസ്. ഇൻസോളിബിൾ ആയി നോക്കൂ, നിങ്ങൾ ആലോചിക്കൂ, സോഫ്റ്റും ആയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടുതൽ എന്നല്ലേ പറഞ്ഞത്. സ്റ്റെബിലിറ്റി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് ഇന്ററാക്ഷൻ കൂടുതലായിരിക്കും. അയോണിക് ഇന്ററാക്ഷൻ കൂടുതലായി കഴിഞ്ഞാലേ അവര് മറ്റേ പെട്ടെന്ന് വിട്ടുപോവോ? ഒരിക്കലും വിട്ടുപോവില്ല. അവരെപ്പോഴും അട്രാക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് AgI എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോളിബിൾ. വാട്ടറിൽ പോയി കഴിഞ്ഞാലും Ag വേറെ I വേറെ ആയിട്ട് മാറില്ല എന്ന്. ബിക്കോസ് അവരുടെ അയണിക് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതും HCV പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾ പെട്ടെന്ന് അത് ആലോചിക്കില്ല കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്ക് അലുമിനിയം എന്ന് പറയുന്നത് കൂടുതലായിട്ടും അലുമിനയുടെ ഫോമിലാണ് നമുക്ക് നേച്ചറിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, Al2O3 അതാണ് അലുമിനിയം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഓക്സൈഡ് ഓറാണ്. ഓക്കെ, അതിൽ അലുമിനിയം എന്ന് പറയുന്നത് ഹാർഡ് മെറ്റൽ ആണ്, വിച്ച് പ്രിഫേഴ്സ് ടു കമ്പൈൻ വിത്ത് ഹാർഡ് ഓക്സൈഡ് ആനിയോൺ റാദർ ദാൻ സോഫ്റ്റ് സൾഫൈഡ് ആനിയോൺ കേട്ടോ. അതായത് ഹാർഡ് ആയിട്ടുള്ള ഓക്സൈഡ് ആനിയോൺ ആയിട്ടാണ് അത് എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അലുമിനയുടെ ഓറ് ഈ അലുമിന എന്നുള്ള രീതിയിൽ കാണുന്നത്, സൾഫൈഡ് ആയിട്ട് കാണാത്തത്. Al2O3 ആയിട്ട് കാണാനുള്ള റീസൺ ആണ് ഈ പറയുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. BH3 എന്ന് പറയുന്നത് സോഫ്റ്റ് ആസിഡ് ആണ്, പക്ഷെ BF3 എന്ന് പറയുന്നത് ഹാർഡ് ആസിഡ് ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കാം, വാട്ട് ഇസ് ദ റീസൺ. അപ്പൊ HCV പ്രിൻസിപ്പിൾ അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് സോഫ്റ്റ് ആസിഡ് ബേസ് എന്ന് പറയുന്നത് ആർ ലാർജർ ആൻഡ് മോർ പോളറൈസബിൾ ആണ്. പെട്ടെന്ന് പോളറൈസ് ചെയ്യുന്ന അതാണ് സോഫ്റ്റ് ആസിഡും ബേസ് എന്ന് പറയുന്നത്. അതേസമയം ഹാർഡ് ആസിഡ് ബേസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, അതുപോലെ നോൺ പോളറൈസബിളും കൂടെ ആണ്. ഇനി BH3യുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ലാർജർ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലൂസ്ലി പാക്ഡ്, ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ലൂസ്ലി പാക്ഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓൾസോ ഹാവ് ലോ ചാർജ് ആട്ടോ, അത് ചേഞ്ച് അല്ല, ലോ ചാർജ് ആൻഡ് ഈസിലി പോളറൈസബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സോഫ്റ്റ് ആസിഡ്. അതൊരു സോഫ്റ്റ് ആസിഡ് ആണ് ആര്, BH3. അതേസമയം BF3 എടുത്തു കഴിഞ്ഞാൽ അയാൾ സ്മോളർ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എന്തായിരിക്കും, സ്ഥലം കുറവില്ലല്ലോ, അതുകൊണ്ട് ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, അതുകൊണ്ട് ഈസിലി പോളറൈസബിൾ അല്ല, അതെന്തായിരിക്കും, ഹാർഡ് ആസിഡ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് HCV പ്രിൻസിപ്പിളിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം എന്ത് ചെയ്യുക, ഈ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളും ഉണ്ടാവുമല്ലോ, അപ്പൊ അതെല്ലാം മാറി മാറി വായിച്ചു നോക്കുക, എന്നിട്ട് ഒന്ന് ഉറപ്പിക്കുക കേട്ടോ. അതിനുശേഷം ആക്യുസറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് ആ മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. ഇത് ആസിഡ് ബേസ് തിയറീസ് ആയിരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത്, അതായത് തൊട്ടടുത്തുള്ള സെക്ഷൻ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം പറയുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അത് ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ അറിയണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയണം. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. മനസ്സിലായോ? അതായത് നമുക്ക് സൊല്യൂട്ട്, സോൾവെന്റ് അതൊക്കെ അറിയില്ലേ, സൊല്യൂഷൻ ഒക്കെ എന്താണെന്ന് അറിയാലോ. അപ്പൊ അതിനകത്ത് സൊല്യൂട്ടിന്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സോൾവെന്റ് ഉണ്ട് അതിനകത്ത് അല്ലെ, സൊല്യൂട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സൊല്യൂട്ടിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല് ആ പ്രോപ്പർട്ടീസിനെ പറയുന്ന പേരാണ് എന്ത്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അവരുടെ നേച്ചറിനെ, അതായത് ഈ പറയുന്ന സോളിഡ് പാർട്ടിക്കിൾ ഉണ്ടല്ലോ, അവരുടെ നേച്ചറിനെ ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലാക്കുക കേട്ടോ, അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഒന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, പിന്നെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ പോർഷൻ വേണ്ടാത്തതാണ് കേട്ടോ, ഇത് വേണ്ട. ആ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി തൊട്ടുള്ളത് നോക്കിയാൽ മതിയേ. അതിൽ ആദ്യത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നോക്കൂ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എടുക്കാണ്, അതായത് വേപ്പറായി പോവാത്തത്, അതാണ് ഈ നോൺ വോളറ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എടുത്തു കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വോളറ്റൈൽ സോൾവെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. കിട്ടിയോ? അതായത് വോളറ്റൈൽ അല്ലാത്ത സൊല്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വോളറ്റൈൽ സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും.
ഇതിനെ നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൽറ്റ പി ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി എസ്. പി നോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സോൾവെന്റ്. ഈ നോട്ട് ഡിനോട്ട് ചെയ്യുന്നത് പ്യുവറിനെയാണ് കേട്ടോ. സോ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ. പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എത്രയാണ് ആ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. അതെ, ഓക്കെ. അപ്പൊ അതെന്താണുള്ളത് മനസ്സിലാക്കുക. ഇനി പഠിക്കാനുള്ളത് അതിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേഷൻ ആണ്. അത് എടുത്ത് പറഞ്ഞ സെക്ഷനകത്ത്, അതായത് ഓരോന്നിന്റെയും മോളിക്കുലർ മാസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. അതിന്റെ ഡെറിവേഷന്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇല്ല. ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്യാണ്, ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എം ബി ഈക്വൽ ടു ഡബ്ല്യു ബി എം എ പി നോട്ട് എ ബൈ ഡബ്ല്യു എ ഡെൽറ്റ പി. ഓക്കെ, അതിൽ ഡബ്ല്യു എ എന്താണ്, ഡബ്ല്യു ബി എന്താണ്? സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും വെയിറ്റിനെ കാണിക്കുന്നതാണ്. എം എ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. പി നോട്ട് എന്ന് പറഞ്ഞാൽ പ്യുവർ ആണ്, നമ്മൾ പറഞ്ഞല്ലോ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോട്ട്, ഇക്വേഷൻ മാത്രം എഴുതി പഠിക്കുക ഈ 4 കേട്ടോ. കാരണം അതും അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സിലബസിനകത്ത്, അതുകൊണ്ടാണ്. ഇത്രയാണ് ഒബ്ലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. രണ്ടാമതാണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ എന്താ സംഭവിക്കുന്നത്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, ഓക്കെ, ഒരു നോൺ വോളറ്റൈൽ, അതായത് വേപ്പർ ആവാത്ത സൊല്യൂട്ട് എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. സെയിം കണ്ടീഷൻ തന്നെയാണ്, കഴിഞ്ഞത് പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെയാണ്. വോളറ്റൈൽ ആയിട്ടുള്ള സോൾവെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതെ, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യണം. ബോയിലിംഗ് പോയിന്റ് അവിടെ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ. അപ്പൊ അതിനകത്ത് ഇക്വേഷൻ നോക്കൂ. ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എന്ന് പറയുന്നത്, എം മൊഡാലിറ്റി ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ആ കെ ബി ആണ് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന പേരുണ്ട്. ഓക്കെ, ഇക്വേഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് നോക്കിക്കോളൂ, അത്രേ ഉള്ളൂ. ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. അതിനകത്ത് കാണാം ഡെൽറ്റ ടി ബി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സോൾവെന്റ് ആണ്. ടി ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താ അതിനകത്ത് വരുന്നത്? മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. കെ ബി ഇൻറ്റു, അത് ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതാണ് കെ ബി എന്ന് പറയുന്നത്. ഡബ്ല്യു ബി ഇൻറ്റു 1000 ബൈ ഡെൽറ്റ ടി ബി ഇൻറ്റു ഡബ്ല്യു എ. നമ്മൾ അവിടെ പറഞ്ഞ അതേ തന്നെയാണ്. ഡബ്ല്യു ബി എന്താ, ഡബ്ല്യു എ എന്താന്നുള്ളതൊക്കെ ആദ്യം പറഞ്ഞില്ലേ, അതേ ആൾക്കാർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ ടി എഫ്. ഓക്കെ, അതിനകത്ത് നോക്കൂ, സെയിം തന്നെയാണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് വോളറ്റൈൽ സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ കണ്ടീഷൻ തന്നെയാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു. ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിന് നമ്മൾ എന്ത് പറയുന്നത്? ഡെൽറ്റ ടി എഫ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനകത്ത് അറിയേണ്ട കാര്യം ഇതാണ്. ഡെൽറ്റ ടി എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി തന്നെയാണ്. അവിടെ വരുന്ന കോൺസ്റ്റന്റ് കെ എഫ് ആണ്. ഇതിനെ നമ്മൾ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, ഇങ്ങനെയുള്ള പേരാണ് പറയുന്നത്. ഇനി കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലർ മാസ് അത് കണ്ടുപിടിക്കാനുള്ളത് ഇക്വേഷൻ നോക്കൂ. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു എ കേട്ടോ. അതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായി നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. നമ്മൾ പറയാറില്ലേ, എന്താ പറയാ, പുറം രാജ്യങ്ങളിൽ വിന്റർ സീസണിനകത്ത് റോഡ് ഫുൾ എന്തായിരിക്കും? ഐസ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഐസ് കളയാനായിട്ട് കോമൺ സോൾട്ട് എന്ത് ചെയ്യും? സ്പ്രിങ്കിൾ ചെയ്യും, അതായത് NaCl സ്പ്രിങ്കിൾ ചെയ്യും. അത് എന്തിനാന്നുള്ളതാണ് ചോദിക്കുന്നത്. നോക്കൂ, NaCl എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. അപ്പൊ അത് ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഐസ് മെൽറ്റ് ആവും. ഓക്കെ, അതുപോലെ അതിന്റെ അപ്ലിക്കേഷൻസ് ആണ് ആക്ച്വലി അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഓരോന്നും. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ലാസ്റ്റ് വൺ ആണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത് ആദ്യം അറിയേണ്ട കാര്യം സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്.
മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിപ്പയുണ്ടല്ലോ, അരിപ്പ, ചായയൊക്കെ അരിക്കുന്ന അരിപ്പ, അതാണ് ഈ സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് എല്ലാ സൈസുള്ള ആൾക്കാരെയും കടത്തി വിടില്ല. ഓക്കെ, ഒരു സ്പെസിഫിക് സൈസുള്ള ആൾക്കാർ മാത്രമേ കടത്തി വിടുന്ന ഒരു മെമ്പറൈനെയാണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സോൾവെന്റ് മോളിക്യൂളിനെ മാത്രമാണ് കടത്തി വിടുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഓഫ് സോൾവെന്റ് അക്രോസ് എ സെമി പെർമിയബിൾ മെമ്പറൈൻ ഫ്രം ദ ഏരിയ ഓഫ് ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് പോകുന്ന ആ ഒരു മൂവ്മെന്റ് ഓഫ് സോൾവെന്റ്, ഇതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സെമി പെർമിയബിൾ മെമ്പറൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതെന്താണ്, സോൾവെന്റിനെ മാത്രമാണ് കടത്തിവിടുക. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലും ഉണ്ട് ആർട്ടിഫിഷ്യലും ഉണ്ട്. നാച്ചുറൽ പറഞ്ഞു കഴിഞ്ഞാൽ പിക്സ് ബ്ലാഡർ, അതുപോലെ എഗ് ഇല്ലേ, എഗിന്റെ ആ ഒരു കോട്ടിങ് ഉണ്ടല്ലോ, അതെല്ലാം എന്താണ് സെമി പെർമിയബിൾ മെമ്പറൈൻ എക്സാമ്പിൾ ആണ് നാച്ചുറൽ ആയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന സമയത്ത് സെല്ലുലോസ് അസറ്റേറ്റ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സെമി പെർമിയബിൾ മെമ്പറൈനും അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഈ പറയണ എന്താ പറയാ, വലിയ വലിയ രീതിക്ക് നമ്മൾ ഈ ഒരു ഇതിന്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതിലൊന്നും നമുക്ക് നാച്ചുറൽ ഉപയോഗിക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക അന്നേരം. നോക്കൂ, ഇനിയാണ് ഓസ്മോട്ടിക് പ്രഷർ. പൈ എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ദ എക്സസ് പ്രഷർ റിക്വയർഡ് ടു സ്റ്റോപ്പ് ഓസ്മോസിസ്. ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രഷറിനെ നമ്മൾ എന്ത് പറയാ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി ടി ആണ്. ഇപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റന്റ് വരണം. സോ പൈ ഈക്വൽ ടു ആർ സി ടി ആണ് കേട്ടോ. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻസും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കൂ. എന്താ, എം ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ആർ ടി ബൈ പൈ ബി ആണ്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അല്ലെ, ഇത്ര നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിന്റെ 4 നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ മോളാർ മാസ് കാൽക്കുലേഷനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, എന്താണത് എന്നുള്ളത് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, സ്റ്റിൽ ഒന്ന് അറിഞ്ഞിരിക്കാനാണ് വാൻ ഹോഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. വാൻ ഹോഫ് ഇക്വേഷൻ നോക്കാം. ഇതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ, വായിച്ചു നോക്കിക്കോളൂ. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് എന്നുള്ളത് കേട്ടോ. അതിൽ അറിയേണ്ട ഒരു കാര്യം ഐസോട്ടോണിക് സൊല്യൂഷൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സെയിം ഓസ്മോട്ടിക് പ്രഷർ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഐസോട്ടോണിക്, അതാണ് ഇമ്പോർട്ടന്റ്. ഹൈപ്പോട്ടോണിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ വരുന്ന സമയത്താണ്. അതായത് 2 സൊല്യൂഷൻ വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഹൈപ്പർട്ടോണിക്. ഒന്നിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ ഹൈപ്പർട്ടോണിക് എന്നും, ഒന്നിനേക്കാളും കുറവായി കഴിഞ്ഞാൽ അതിനെ ഹൈപ്പോട്ടോണിക് എന്നാണ് പറയുക. നെക്സ്റ്റ് നോക്കൂ, റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഞാൻ അപ്ലിക്കേഷൻ എന്ന് പറയാൻ വന്നത് അപ്പോഴേ. അതായത് ഇത്രയേ ഉള്ളൂ. പുറം രാജ്യങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ അവർക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പക്ഷെ അതൊന്നും ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാനായിട്ട് അവർക്ക് പറ്റില്ല, ഫുൾ സോൾട്ട് വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അവര് ബൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെയിൻ മെത്തേഡാണ് ഈ പറയുന്ന ഡീസാലിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഡീസാലിനേഷൻ ഓഫ് വാട്ടർ കേട്ടോ. അതായത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന സൊല്യൂഷൻ സൈഡിൽ നമ്മളെ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറിനേക്കാളും എക്സസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പ്രഷർ അവിടെ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന നേരത്ത് എന്ത് ചെയ്യും, ഈ ഓസ്മോസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ചെയ്യും. കിട്ടിയോ? അതായത് സൊല്യൂഷൻ സൈഡിൽ നമ്മൾ എക്സസ് ആയിട്ട് എന്ത് കൊടുക്കുന്നു, പ്രഷർ കൊടുക്കുന്നു. ആരെക്കാളും, ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും ഉള്ളൊരു പ്രഷർ കൊടുക്കുമ്പോൾ അവിടെ ഓസ്മോസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ആവുകയാണ്. ഓക്കെ, അതിനെ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ അപ്ലിക്കേഷൻ ആണ് ഡീസാലിനേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഉപയോഗിക്കുന്ന സെമി പെർമിയബിൾ മെമ്പറൈൻ ആണ് സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്നത്. സെല്ലുലോസ് അസറ്റേറ്റ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ബാക്കിയുള്ള ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. എക്സ്ട്രാ കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. അസോസിയേഷൻ, ഡിസോസിയേഷൻ, വാൻ ഹോഫ് ഫാക്ടർ ഒക്കെ കേട്ടോ. വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നുള്ളൂ. അതായത് അസോസിയേഷനും ഡിസോസിയേഷനും കാരണം ഓക്കെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് വരാം. ഓക്കെ, ഈ പറയുന്ന ഓസ്മോട്ടിക് പ്രഷറിന്റെ കാൽക്കുലേഷൻ വരുന്ന സമയത്ത് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ
കാൽക്കുലേഷൻ വരുന്ന സമയത്ത് അവിടെ ഒരു ഡിഫറൻസ് വരാം. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി. ഐ മീൻ എക്സാമ്പിൾ അല്ല, ഇക്വേഷൻ, ലാസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ബൈ നമ്പർ ഓഫ് മോൾസ് ബിഫോർ ഡിസോസിയേഷൻ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അത് വാൻ ഹോഫ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ 4 കൊടുത്തേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻസ് അല്ലേ, നമ്മൾ ഓൾറെഡി മോളാർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് പറഞ്ഞ ഇക്വേഷൻസിന്റെ കൂടെ ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, ഐ എന്ന് പറയുന്ന ഫാക്ടർ, അതാണ് വാൻ ഹോഫ് ഫാക്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവരുടെ ഇക്വേഷൻസ് കേട്ടോ. അപ്പൊ ആ ഒരു പോർഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് അയോണിക് ഇക്വിലിബ്രിയ എന്ന് പറയുന്നത്. അയോണിക് ഇക്വിലിബ്രിയ. ഓക്കെ, അയോണിക് ഇക്വിലിബ്രിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താ, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താന്നുള്ളതാണ് ആദ്യം അറിയേണ്ട കാര്യം. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഇലക്ട്രോലൈറ്റ്, ആ ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വെള്ളം ഒഴിക്കാന്ന് വിചാരിക്കും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്ത് മാറി. എങ്ങനെയത്, ഇപ്പൊ NaCl ആണ് ഞാൻ എടുക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എന്തായി മാറി, Na+ഉം Cl- ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വെള്ളം ഒഴിക്കാൻ നേരത്ത് അതിലുള്ളത് ഫുള്ളായിട്ട് 2 അയോൺസും ആയിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? അൺഅയൺസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും, അതായത് അയണൈസ് ചെയ്യാത്ത മോളിക്യൂൾസും അയോൺസും തമ്മിലുള്ള ആ ഒരു ഇക്വിലിബ്രിയം, അതിനെ നമ്മൾ എന്ത് പറയാം, അയോണിക് ഇക്വിലിബ്രിയം. അപ്പൊ ഈ അൺഅയണൈസ്ഡ് വരാൻ എവിടെ മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ, വീക്ക് ഇലക്ട്രോലൈറ്റിൽ മാത്രമേ അത് വരാനായിട്ട് ചാൻസ് ഉള്ളൂ അല്ലെ. സ്ട്രോങ്ങിൽ വരാൻ ചാൻസ് ഇല്ല, കാരണം സ്ട്രോങ്ങിൽ അൺഅയണൈസ്ഡ് ആയിട്ട് ഇരിക്കില്ല. എല്ലാവരും എന്തായിട്ട് മാറും, അയണൈസ് ആയിട്ട് മാറും. പിന്നെ ഇലക്ട്രോലൈറ്റ് എന്താണെന്നുള്ളത് അറിയാമല്ലോ. അക്വസ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അയോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്, കറണ്ട് ഉണ്ടാവുന്നത് എന്നുള്ളതും അറിയാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താന്ന് നോക്കുക, അതിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കുക കേട്ടോ. അതായത് മിനറൽ ആസിഡുകളെല്ലാം, അതുപോലെ എല്ലാ സോൾട്ടുകളും, അതുപോലെ എല്ലാ ബേസുകളും, പറഞ്ഞാൽ ബേസുകളും, ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ബേസുകൾ, അതെല്ലാം എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ്. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എല്ലാം ഓർഗാനിക് ആസിഡാണ്. ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള ആൾക്കാരില്ലേ, അതാണ് ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്നത്. പക്ഷെ എക്സെപ്റ്റ് സൾഫോണിക് ആസിഡ്, സൾഫോണിക് ആസിഡ് അല്ല, അത് ഒഴിച്ച് ബാക്കിയുള്ള ഓർഗാനിക് ആസിഡുകളെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അതുപോലെ ബേസസ് ലൈക്ക് NH3, NH4OH, അമീൻസ്, ഇതിലെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ വേറെ പേരാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ പറഞ്ഞില്ലേ, എത്ര പേര് അവിടെ ഡിസോസിയേറ്റ് ആയി എന്നതിന്റെ ആ ഒരു എണ്ണത്തിനെ കാണിക്കുന്നതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് NaCl എടുക്കുക എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇതിപ്പോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ NaCl ഞാൻ ഇവിടെ ഒരു 100 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ടാ മാറുക, Na+ഉം Cl- ആയിട്ടാണ് അവിടെ മാറുന്നത്, അറിയാലോ. സോ ഇത് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ഉണ്ടായി, 50 ഉണ്ടായി, ഇവിടെയും 50 ഉണ്ടായി, ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ആയല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ്, എത്ര പേര് അയണൈസ് ചെയ്തു എന്ന്, എത്ര പേര് അയണൈസ് ചെയ്തിട്ടുണ്ട്, 50 + 50 100, ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്, അതും 100 ആണ്. ഓക്കെ അല്ലേ, അപ്പൊ ഇത് എന്ത് ആൻസർ വരും, 1 വരും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 1 സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ. ഓക്കെ അല്ലേ. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് നോക്കൂ, അതായത് CH3COOH, ഇതിന്റെ സാധനം, ഇതിന്റെ പേരെന്താ, CH3COOH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസറ്റിക് ആസിഡ് ആണ് കേട്ടോ. ഇത് അസറ്റിക് ആസിഡ്. അപ്പൊ ഈ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും, CH3COO- +H+ എന്നുള്ള രീതിക്കായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇതൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. അസറ്റിക് ആസിഡ് അല്ലേ, അപ്പൊ അത് സ്ട്രോങ് അല്ലേ എന്നുള്ളൊരു ഓർമ്മ വരരുത്. ഇതൊരു ഓർഗാനിക് ആസിഡ് ആണ്, അപ്പൊ അത് വീക്ക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇത് ഞാനൊരു 100 എടുക്കുകയാണ്. ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു 25 മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസോസിയേറ്റ് ആവുന്നുള്ളൂ. ഇനി നമുക്ക് ആ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും,
നമ്പർ ഓഫ് മോളിക്യൂൾസ് അയണൈസ്ഡ് എത്രയാണ്? 25 പ്ലസ് 25 50 ബൈ ടോട്ടൽ നമ്പർ എത്രയാ? 100. എത്ര ആൻസർ വരുന്നത്? 1/2, അതായത് 0.5 അല്ലേ? അത് 1നേക്കാളും കുറവല്ലേ? സോ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വീക്ക് ഇലക്ട്രോലൈറ്റിന് ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഈ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് 4 ഒന്ന് സൊല്യൂട്ട്, അതുപോലെ സോൾവെന്റിന്റെ നേച്ചർ, കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. നോട്ട് ചെയ്ത് വെക്കുക. പ്രഷർ ഒന്നും ഇതിനകത്ത് വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ആണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിനകത്ത് മെയിൻ ആയിട്ടും അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് അയണൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതായത് H2O പ്ലസ് H2O ഗീവ്സ് എന്താണ്? H3O പ്ലസ് പ്ലസ് OH മൈനസ്. അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പ്യുവർ വാട്ടർ എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യുള്ളൂ? മിനിമൽ എക്സ്റ്റെൻഡിൽ മാത്രമാണ് പ്രോട്ടോൺസ്, അതായത് H പ്ലസും OH മൈനസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. ഓർത്ത് വെക്കുക. അതുപോലെ ഇത് എഴുതുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതുക. ഈ ഒരു ഇക്വേഷൻ തന്നെ കൺസിഡർ ചെയ്തോളൂ. അപ്പൊ അതിന്റെ കെ വാല്യൂ എന്ത് വരും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്താ വരിക? റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ, അതായത് H3O പ്ലസ് ഇൻറ്റു OH മൈനസ് ഡിവൈഡഡ് ബൈ H2O സ്ക്വയർ. ഇങ്ങനെയാണ് വരിക അല്ലെ? അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താഴെയുള്ള ആ ഒരു പോർഷൻ നമ്മൾ മേലോട്ട് കൊണ്ടുപോകണം. അപ്പൊ എന്തായിട്ട് മാറും? K ഇൻറ്റു H2O സ്ക്വയർ ഈക്വൽ ടു H3O പ്ലസ് ഇൻറ്റു OH മൈനസ്. സോ ഈ ഒരു രണ്ട് ആൾക്കാരെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. കാരണം അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് നിങ്ങൾ ആ കറക്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതിന്റെ കഴിഞ്ഞ വീഡിയോസ് ഉണ്ടല്ലോ, അതിന് ഇക്വിലിബ്രിയത്തിന്റെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ. എനിക്ക് പെരിഫറൽ ആയിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് KW എന്ന് പറയുന്നത്. ഇതാണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഓക്കെ, സോ KW ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H3O പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ വാട്ടർ പ്യുവർ ലിക്വിഡ് ആണ്. അതിന്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ KW എന്ന് വിളിക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ അറ്റ് ഗിവൺ ടെമ്പറേച്ചർ. സ്പെസിഫിക് ടെമ്പറേച്ചറിന്റെ കേസാണ് ഈ പറയുന്നത്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിന്റെ കേസാണ് പറയുന്നത്. 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 കെൽവിൻ. കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യാൻ അറിയാലോ. 273 ചെയ്യണം കേട്ടോ നമ്മൾ. പ്ലസ് ആഡ് ചെയ്യാം കേട്ടോ. 300 കെൽവിൻ വരും. അപ്പോൾ നോക്കൂ, ദ ന്യൂ കോൺസ്റ്റന്റ് എ പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് കോൾഡ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഇതിനെ നമുക്ക് ഓട്ടോ പ്രോട്ടോളിസിസ് എന്നും വിളിക്കാനായിട്ട് സാധിക്കും കേട്ടോ. സോ ഇപ്പൊ എന്താണ് അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? It is defined as the concentration of proton and hydroxyl ion in water in aqueous solution. ഒരു സൊല്യൂഷനിലുള്ള പ്രോട്ടോണിന്റെയും അതുപോലത്തെ, അതായത് H പ്ലസിന്റെയും OH മൈനസിന്റെയും കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ്, അതാണ് അയണിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് 25 ഡിഗ്രി സെൽഷ്യസിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആ ഒരു സെൽഷ്യസിൽ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻14 എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന്റെയും വേറെ വേറെ KWന്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻14 ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ H പ്ലസിന്റെയും OH മൈനസിന്റെയും വാല്യൂസ് എന്താ വരിക? 10⁻7 അല്ലേ? OH മൈനസ് 10⁻7. അങ്ങനെയല്ല, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10⁻14 എന്ന് പറയുന്ന വാല്യൂ കിട്ടുള്ളൂ. അതേ പറഞ്ഞുള്ളൂ കേട്ടോ. അതായത് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സിന് അത് എന്തായിരിക്കും? ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ടെമ്പറേച്ചർ എഫക്ട് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് ഈ പറയുന്ന അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. ഓസ്റ്റ്വാൾ ഡൈല്യൂഷൻ ലോ ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. അതെന്താണുള്ളത് ഞാൻ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് ആലോചിക്കുക. K is equal to C alpha square by 1 - alpha എന്നുള്ളതാണ്. അതുപോലെ ആൽഫ is equal to √KA/C. ആൽഫ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√C എന്ന് പറയുന്നത്. C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ്. K എന്ന് പറയുന്ന ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക അത് കേട്ടോ.
നെക്സ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ആണ്. ഓക്കെ, നമുക്കറിയാം വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുള്ളി എന്ത് ചെയ്യില്ല, ഡിസോസിയേറ്റ് ചെയ്യില്ല, പാർഷ്യലി കുറച്ച് മാത്രമേ ഡിസോസിയേറ്റ് അവർ ചെയ്യുള്ളൂ. എന്നിട്ട് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റിലേക്കായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ ഡിസോസിയേഷൻ റിയാക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. HA എന്ന് പറയുന്നത് H+ഉം A- ആയിട്ട് മാറുന്നുണ്ട്. സോ ഒരു വീക്ക് ആസിഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതാം? പ്രോഡക്ട്സ് അല്ലെ, പ്രോഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എഴുതിയില്ലേ? അപ്പൊ കെന്റെ വാല്യൂ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു ആസിഡ്, ഓക്കെ, ആസിഡ് ഒരു സൊല്യൂഷനകത്ത് എത്രത്തോളം ഡിസോസിയേറ്റ് ചെയ്യും എന്നതിനെ കാണിക്കുന്ന ഒരു എക്സ്റ്റെന്റ് ആണ് ഈ പറയുന്ന കെന്റെ വാല്യൂ, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ. അതൊരു മെഷർ ആണ് ആക്ച്വലി. അതായത് ആസിഡിന്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന വാല്യൂ ആണ് കെ വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ദ ലെസ് ആൻ ആസിഡ് ഡിസോസിയേറ്റ്, അതായത് ആസിഡ് എത്ര കുറവ് ഡിസോസിയേറ്റ് ചെയ്തോ കെന്റെ വാല്യൂ അത്രയും കുറവായിരിക്കും. ഓക്കെ, ദ സ്മോളർ ദ വാല്യൂ ഓഫ് കെ. ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണെങ്കിൽ കെന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇനി കെന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിന്റെ സ്ട്രെങ്ത്തും എന്ത് ചെയ്യും? കുറയും. ഇത്രയേ ഉള്ളൂ. കെ വാല്യൂ കൂടി കഴിഞ്ഞാൽ ആസിഡ് വിൽ ബി സ്ട്രോങ്ങർ. അതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ കേട്ടോ. ഇനി ഇതെന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലാണെന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം കണ്ടീഷൻ H+ഉം A- ഈക്വൽ ടു ആയിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ KA = H+² ബൈ HA എന്നുള്ളതായിട്ട് മാറും. നോട്ട് ചെയ്ത് വെക്കാം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉണ്ടല്ലോ, നമ്മൾ അപ്പഴേ പറഞ്ഞ ആൽഫ എന്ന് പറയുന്നത്. വീക്ക് ആസിഡിന്റെ കേസിൽ അത് വളരെ കുറവാണ്, 1നേക്കാളും കുറവാന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഏകദേശം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുക കേട്ടോ, വളരെ കുറവായതുകൊണ്ട് മാത്രം. ഓക്കെ, അതുപോലെ ദ വാല്യൂസ് ഓഫ് KA അതുപോലെ ആൻഡ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് HA അറിയുകയാണെന്നുണ്ടെങ്കിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺസ് ക്യാൻ ബി ഫൗണ്ട്. H+ അയോൺസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഈ അയണിക് ഇക്വിലിബ്രിയത്തിനകത്തുള്ളത്. അതിനകത്ത് ഉള്ള വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് പറയുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാണ് അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ നോട്ട് ബി, അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലാത്തത് ഏതാന്നുള്ളതാ പറയുന്നത്. ഏതാണ്? ഇതിനകത്ത് ആൻസർ അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറച്ചു വെച്ചിട്ടൊന്ന് നോക്കുക കേട്ടോ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് ഇവരൊക്കെ എന്താണ്? മിനറൽ ആസിഡുകളാ അല്ലേ? മിനറൽ ആസിഡ് ആണ്. മിനറൽ ആസിഡ് എല്ലാം സ്ട്രോങ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമോണിയാണ് അതിനകത്ത് ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത നോക്കൂ, ഓൾ ഓർഗാനിക് ആസിഡ് എക്സെപ്റ്റ് സൾഫോണിക് ആസിഡ് ആർ ഡാഷ് ഇലക്ട്രോലൈറ്റ്. എന്താ പറയുന്നത്? വീക്ക് ആണോ സ്ട്രോങ് ആണോ ഏതാ വരിക? അല്ല അത് അല്ലയോ, ഏതാ വരിക? വീക്ക് എന്നാ വരിക അല്ലെ? എന്തുകൊണ്ടാ അത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓർഗാനിക് ആസിഡ് സിയും എച്ചും അടങ്ങിയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ അസിറ്റിക് ആസിഡ് പോലെയുള്ള ആൾക്കാരെല്ലാം വീക്കാണ്, എക്സെപ്റ്റ് സൾഫോണിക് ആസിഡ്. സൾഫോണിക് ആസിഡിനെ ഒഴിച്ച് ബാക്കിയുള്ളവർ കേട്ടോ. അടുത്ത നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ അയണിക് ഇക്വിലിബ്രിയം. അയണിക് ഇക്വിലിബ്രിയത്തിൽ ആരൊക്കെ ഉള്ളതെന്നാണ്. അയണിക് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞ സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, അൺഅയണൈസ്ഡ് ആയിട്ടുള്ള എന്നുള്ളൊരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അൺഅയണൈസ്ഡ് ആയിട്ടുള്ള എന്നുള്ളത്. അതായത് അതിനർത്ഥം എന്താ പറയുന്നത്? റിയാക്ടന്റിന്റെ അടുത്ത് ഉള്ള അയോൺസ് നമുക്ക് പ്രൊഡക്റ്റിനകത്തും കാണണം. ആദ്യത്തെ 3 ഇക്വേഷന്റെ കേസ് നോക്കൂ. ആരെങ്കിലും ഉണ്ടോ റിയാക്ടന്റിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു അയോൺ പുറത്ത് പ്രൊഡക്റ്റിൽ കാണുന്നുണ്ടോ? ഇല്ല. അവരെല്ലാം റിയാക്ഷൻ നടന്ന് ഒരു പുതിയ മിക്സപ്പ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റ് ആയിട്ട്. പക്ഷെ 4ാമത്തെ ഇക്വേഷനകത്ത് മാത്രം നമുക്കൊരു OH- അവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ അതെന്താ? അയണിക് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എക്സാമ്പിൾ വെച്ച് പറഞ്ഞിരുന്നതാണ് ആൽഫ = എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതറിയാലോ 1 ആണ് കേട്ടോ. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആണെങ്കിൽ എത്രയാ വരിക? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ആൽഫയുടെ വാല്യൂ ലെസ് ദാൻ 1. കറക്റ്റ്. നെക്സ്റ്റ് നോക്കൂ, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് എന്ന്. അതിപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് സൗണ്ട് ആണെന്നുള്ളത്. പക്ഷെ പക്ഷെ സൗണ്ട് വന്നില്ല, ഇൻ കേസ് പ്രഷർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? സൗണ്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം പ്രഷറോ അങ്ങനെ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ,
ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ റിവിഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ്. ഇനിയും നമുക്ക് ഉണ്ട് ഒരു 3 ടോപ്പിക്കോളം ഇനിയുണ്ട് ഈ ഒരു മോഡ്യൂളിനകത്ത്. അത് നമ്മൾ അടുത്ത ദിവസം ഒന്നുകൂടെ ഒന്ന് നോക്കാം. സോ ഈ ക്ലാസ് ഇപ്പൊ എൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ക്വിസോറി ഇടുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ആ ക്വിസോറിയും കൂടെ നിങ്ങളൊന്ന് ഇന്ന് കേട്ടതല്ലേ, ഈ ക്വിസോറിയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? Thank you. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ.